ഓക്കെ ഗൈസ്, ഉഷാറല്ലോ എല്ലാവരും? ഉഷാറാണ് കൈ കാണിച്ചെല്ലാവരും? ഫ്രഷ് അല്ലേ? ചായ കുടിച്ചില്ലേ? ഈവനിങ് വർക്കൗട്ട് ഒക്കെ ചെയ്തോ? അങ്ങനെയൊക്കെ ഉണ്ട് എക്സസൈസ് ചെയ്യാം. ചെറിയ പിള്ളേരല്ലേ അല്ലേ സാറ്? വർക്കൗട്ട് ചെയ്തൊക്കെ ആയാ? ഞങ്ങളൊക്കെ എക്സസൈസ് ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതെ, സ്റ്റാർട്ട് ചെയ്യടാ. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. തേർഡ് ചാപ്റ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A metal rod of square cross-sectional area A having length L has a current I flowing through it when a potential difference of V volt is applied across its ends. Figure 1 ആണ് ഫസ്റ്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എ ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു 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 റോഡാണ്. അതിന്റെ ലെങ്ത് L ആണ്. അതിലൂടെ I കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. Now the road is cut parallel to its length into two identical pieces and joined as shown in the figure 2. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് പാരലായിട്ട് നമ്മൾ ഇങ്ങനെ മുറിക്കുകയാണ്, കട്ട് ചെയ്യണം. കട്ട് ഇൻ ടു, നേർ പകുതിയാണ്, ഡയറക്റ്റ് ഹാഫ് ആണ്. ആൻഡ് വി ജോയിൻ ദീസ് ടു പീസ് ടുഗദർ ടു ഫോം ലൈക്ക് ദിസ്. സോ എൽ ഇപ്പം എന്തായി? 2L ആയി. ഏരിയ ഇപ്പം എന്തായിട്ടുണ്ടാകും? നേരെ പകുതിയാക്കി എന്ന് പറഞ്ഞാൽ ഏരിയ A/2 ആയിട്ടുണ്ടാവും. സോ ഏരിയ A/2 ആയി, ലെങ്ത് 2L ആയി. ദെൻ റെസിസ്റ്റിവിറ്റിക്ക് മാറ്റുണ്ടാവത്തില്ലേ? മാറൂലേ? റെസിസ്റ്റിവിറ്റി മാറത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ മെറ്റീരിയൽ. പിന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. അതിവിടെ പറഞ്ഞിട്ടേ ഇല്ല ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് നോക്കണ്ട. റെസിസ്റ്റിവിറ്റി മാറില്ല. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. കോപ്പർ ആണോ അയൺ ആണോ എന്ന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ അത് മാറത്തില്ല. വാട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് അക്രോസ് ദ ലെങ്ത് ഓഫ് 2L. ഈ 2L അക്രോസ് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം? So that the current in the road is still I. Current in the road, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സ്റ്റിൽ I തന്നെയാണ്. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഫ്ലോ ചെയ്യുന്ന അതേ കറണ്ട് തന്നെ ഇവിടെയും ഫ്ലോ ചെയ്യണം. അങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ ഹൗ മച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് അക്രോസ് ദിസ് ലെങ്ത് 12. ഈ 12 അക്രോസ് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പഴയ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പുതിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം, V = IR ആണ്, ഓംസ് ലോ. ആൻഡ് R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിനെ ഏരിയയും ലെങ്ത്തും റെസിസ്റ്റിവിറ്റിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ρL/A. സോ നമുക്ക് ഊഹിക്കാം, യെസ്, ഇവിടെ ലെങ്ത്തും ഏരിയയും ഒക്കെ വരുന്നുണ്ട്. ലെങ്ത് ഡബിൾ ആവുന്നുണ്ട്, ഏരിയ ഹാഫ് ആവുന്നുണ്ട്. സോ നമുക്ക് വി ഹാവ് ടു ഗസ് ദാറ്റ് ഓക്കെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. So V = നമ്മുടെ ഇക്വേഷൻ എന്തായി? V = current into R which is ρL/A. ഇതാണ് നമ്മുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ. ഇനീഷ്യലി വോൾട്ടേജ് എന്തായിരുന്നു? V = I കറണ്ട് ഫ്ലോ ചെയ്യുന്നു, L ആണ് ലെങ്ത്, A ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ റെസിസ്റ്റിവിറ്റി നമുക്ക് റോ ആയിട്ട് എടുക്കാം. സോ V = I into ρL/A ആണ് ഇനീഷ്യൽ സിറ്റുവേഷൻ. നമ്മൾ കട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പിന്നെ കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ, സോ ഇനീഷ്യൽ സിറ്റുവേഷൻ ട്ടോ, ഇനീഷ്യലി. സോ നമ്മൾ ഇനി ചേഞ്ച് ചെയ്യണം. സെക്കൻഡ് ഫിഗറിലേക്ക് വരാം. എന്തൊക്കെ ചേഞ്ച് ആയി? പുതിയ ഏരിയ A' എന്ന് വിളിക്കാം. പുതിയ ഏരിയ എന്ന് പറഞ്ഞപ്പോൾ A/2 ആണ്. പഴയ ഏരിയയുടെ ഹാഫ് ആണ്. ബിക്കോസ് ഇറ്റ്സ് കട്ട്, ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇപ്പോൾ A/2 ആണ്. പുതിയ ലെങ്ത് നമുക്ക് അതിൽ ഡാഷ് എന്ന് വിളിക്കാം. അത് 2L ആണ്. ഇപ്പോൾ പഴയ ലെങ്ത്തിന്റെ ഡബിൾ ആണ്. പഴയ ലെങ്ത്തിന്റെ ഡബിൾ ആണ് പുതിയ ലെങ്ത്. പുതിയ കറന്റ് അതെന്ത് തന്നെയാടാ? അത് പഴയ കറന്റ് തന്നെയാണ്. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് അക്രോസ് ദ ലെങ്ത് ഓഫ് 2L സോ ദാറ്റ് ദ കറന്റ് ഇൻ ദ റോഡ് ഇസ് സ്റ്റിൽ I തന്നെ ആയിരിക്കണം. എവിടെയും ഫ്ലോ ചെയ്യുന്ന കറന്റ് I തന്നെ ആയിരിക്കണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ. സോ കറന്റ് ഇപ്പോഴും എന്ത് തന്നെയാണ്? പുതിയ കറന്റ്, ദ ന്യൂ കറന്റ് സ്റ്റിൽ I തന്നെ ആയിരിക്കണം. റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമുണ്ടോ? ഇല്ല. റെസിസ്റ്റിവിറ്റി തന്നെ. കണ്ടുപിടിക്കേണ്ടത് എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. V' ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദ ന്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ന്യൂ വോൾട്ടേജ്
or potential difference. V dash equal to current same I, resistivity same rho, length but 2Li, L dash. So L dash by A dash. So that is I rho L dash is 12 divided by A dash is A by 2. 2 molecule 2 into 4I, so 4 into I into rho L by A. എന്താണ് I into rho L by A? I into rho L by A is our old potential difference voltage V. So finally the new potential difference must be 4 times the old potential difference. ക്ലിയർ ആണ്? കയ്യാണ് ചോദിക്കുകയാണെങ്കിലോ? ഓക്കെ, ഡൗട്ടുള്ള ചോദിക്കാം. യെസ്, ഗിവിൻ. ഓ ആണോ, ഇതന്നെ കിട്ടിയത്? ഓക്കെ, ഗുഡ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി കൺസെപ്റ്റ് എന്ന ക്വസ്റ്റ്യൻ ആണ്. Electrons drift with speed Vd in a conductor with a potential difference V across its ends. If V is reduced to V by 2, their drift speed will become. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സോ അപ്പോൾ ഉള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ് Vd. ഡ്രിഫ്റ്റ് വെലോസിറ്റി in that situation is Vd. Then we reduce the potential difference to V by 2, half ആക്കി potential difference. And what happens to drift velocity എന്നുള്ളതാണ് question. So basically നമുക്ക് വേണ്ടത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് അറിയാവുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിനെയും ഇലക്ട്രിക് ഫീൽഡിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് ദി ഇക്വേഷൻ? സാറും ചോദിച്ചേ നോക്കട്ടെ. വാട്ട് ഈസ് ദി ഇക്വേഷൻ കണക്ടിങ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്? Vd ഈക്വൽ ടു റോയ. പറയൂ റോയ, എന്താണ് ഇക്വേഷൻ? E by m into tau. Very good. E by m into tau ആണ് the equation connecting drift velocity and electric field. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് ഈനെ മാറ്റിയിട്ട് ഈനെയും പൊട്ടൻഷ്യലിനെയും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും ഈനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഇത് ആർക്ക് പറയാം? സാർ ചോദിക്കണ്ട, ഹാൻഡ് റൈസ് പറയാമെങ്കിൽ. വാട്ട് ഈസ് ഇക്വേഷൻ കണക്ടിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? യെസ്, സാർ ചോദിച്ചോളൂ. ജോഹാൻ. യെസ് ജോഹാൻ, പറയൂ. V by L. വെരി ഗുഡ്. V by L. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പെട്ടെന്ന് പറയാം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഇക്വേഷൻ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് dV by dr. സെയിം സാധനത്തിനാണ് നമ്മൾ V by L എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ dV എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു. അവിടെ V ആയിരുന്നു പൊട്ടൻഷ്യൽ, dV ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, dr ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ്. സെയിം സാധനത്തിനാണ് നമ്മൾ ഇവിടെ V by L എന്ന് എഴുതുന്നത്. നെഗറ്റീവ് സൈൻ നമ്മൾ ഒഴിവാക്കുകയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ L ഈസ് ഈക്വൽ ടു V by L. ഓക്കെ, കാണിച്ച് ക്ലിയർ ആണെങ്കിൽ ശരി. സോ ദെയർഫോർ Vd ഈസ് ഈക്വൽ ടു നമ്മുടെ പുതിയ ഇക്വേഷൻ ഇപ്പം എന്തായി? ഈ ഇലക്ട്രിക് ഫീൽഡ് പകരം V by D. സോ V by D. ബാക്കി എന്തുണ്ട്? M into tau. സോ ഇതാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ Vd ആൻഡ് capital V, which is potential difference. Or basically the drift velocity is proportional to potential difference, directly proportional to potential difference. So potential difference V by 2 ആക്കുകയാണെങ്കിൽ drift velocity എന്താകും? If potential difference V by 2 ആക്കുകയാണെങ്കിൽ drift velocity becomes ഇതവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹാഫ് ആകുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഹാഫ് ആവും, Vd by 2.
ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A copper wire of uniform cross-sectional area carries a current of 3.4 ampere. The drift velocity of conduction electrons is 0.2 millimeter per second. If the number density of electrons in copper is 8.5 into 10 raised to 23 meter cube, meter raised to minus 3, find the area of cross-section of the wire. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? A copper wire of uniform cross-sectional area carries a current of 3.4 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റി തന്നിട്ടുണ്ട് 0.2 millimeter per second ആണ്. നമ്പർ ഓഫ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം തന്നിട്ടുണ്ട് 8.5 into 10 raised to 23 ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കാണത്തിന് നമുക്കറിയാം വാട്ട് ഈസ് ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു യൂസ് ഹിയർ. കറണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, നമ്പർ ഡെൻസിറ്റി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. I is equal to, സാറേ ചോദിച്ചോളൂ. I, ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഏരിയ, നമ്പർ ഡെൻസിറ്റി, ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? യെസ് ജോസഫ്. ജോസഫ് പറയൂ. ജോസഫ് പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. ലിപ്രിയുടെ ആണോ? കേൾക്കുന്നില്ല. ഹലോ സാറിന്ന് മനസ്സിലാവുന്നുണ്ട്. പോട്ടെ, അടുത്ത ആള്. ഫാഹിം. ഫാഹിമെ പറയൂ, എന്താ ഇക്വേഷൻ? പെട്ടെന്ന് വരടാം. I, VD, A, N, ഇതിനൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? NE AVD. കറക്റ്റ്. അത്രയുള്ള ഇക്വേഷൻ. അതിലെ I തന്നിട്ടുണ്ട്, VD തന്നിട്ടുണ്ട്, N തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈക്വൽ ടു I by NEVD. സോ I എന്താണ്? 3.4 ഡിവൈഡഡ് ബൈ N 8.5 into 10 raised to 23, 28. E 1.6 into 10 raised to minus 90. Then drift velocity ഇത് ശ്രദ്ധിക്കുക 0.2 millimeter per second ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. 0.2 into 10 raised to minus 3 meter per second. മില്ലിമീറ്റർ. കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏരിയ കിട്ടുന്ന വാല്യൂ 1.25 into 10 raised to minus 6 meter square. Yes, Ashwati. Good evening, sir. Sir, number density item, number of electrons item 8.5. Number of I is equal to number of electrons into charge of electron into area. അല്ല. N is the number of electrons per unit volume. Number of electrons per volume ആണ്, per unit volume ആണ് നമ്മുടെ N. ഓക്കെ, മറക്കണ്ട. നമ്പർ ഡെൻസിറ്റി ആണ് N. പൊതുവെ സ്മോൾ എൻ ഉപയോഗിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും ജനറലി നമ്മൾ പറയുക അത് ടോട്ടൽ നമ്പർ ആയിരിക്കില്ല, പെർ യൂണിറ്റ് വോളിയോ പെർ യൂണിറ്റ് ലെങ്തോ ഒക്കെ ആയിരിക്കും സ്മോൾ എൻ. ക്യാപിറ്റൽ എൻ ആണ് പൊതുവെ ജനറലി നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഒക്കെ യൂസ് ചെയ്യുക ക്യാപിറ്റൽ എൻ ആണ്. ജനറലി അങ്ങനെ ആലോചിച്ച് വെച്ചോളൂ, തെറ്റിക്കരുത്. ചില ഫോർത്ത് ചാപ്റ്ററിലൊക്കെ ഇത് വളരെ രണ്ടും നമുക്ക് ആവശ്യമുണ്ട്, സ്മോൾ എന്നും ക്യാപിറ്റൽ എന്നും ആവശ്യമുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ തെറ്റിപ്പോരുത്. ക്യാപിറ്റൽ എൻ ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഒക്കെ. സ്മോൾ എൻ ഈസ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഒക്കെയാണ്. ഓക്കെ, കൈയാണിച്ച് ക്ലിയർ ആണെങ്കിൽ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The figure shows the voltage versus current graph for a wire at two temperatures T1 and T2. One can conclude that
രണ്ട് ഒരേ ഒരു മെറ്റീരിയലിന്റെ ഒരേ വയറിന്റെ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? T2 is equal to 2T1, T1 greater than T2, then T1 equal to T2 by 3, then T1 less than T2. What can we conclude from this graph? ഇതൊരു V വേഴ്സസ് I ഗ്രാഫ് ആണ്, ബട്ട് ദ ഡിഫറൻസ് ഈസ് I ആണ് y ആക്സിൽ കൊടുത്തിരിക്കുന്നത്, V ആണ് x ആക്സിൽ കൊടുക്കുന്നത്. ഇങ്ങനെയല്ല നമ്മൾ പൊതുവെ ചെയ്യാറ്. നമ്മൾ പൊതുവെ പഠിക്കുന്നത് V ഓൺ ദി y ആക്സിസും I ഓൺ ദി x ആക്സിസും ആണ്. അങ്ങനെയാണെങ്കിൽ V y ആക്സിസിലും I x ആക്സിസും ആണെങ്കിൽ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് റെപ്രസെന്റ്? It represents the V with I, slope equal to V by I, which is the resistance. Okay, guys, clear കാണിക്കൂ. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ, ഒരു ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണെങ്കിൽ ആ സ്ലോപ്പ് കൂടിയ ഗ്രാഫിനാണ് റെസിസ്റ്റൻസ് ഗ്രേറ്റർ. സ്ലോപ്പ് കൂടിയ ഗ്രാഫിനാണ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ മെറ്റീരിയലിനാണ് റെസിസ്റ്റൻസ് ഗ്രേറ്റർ. സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫിന് റെസിസ്റ്റൻസ് കുറവാണ്. ബട്ട് നേരെ തിരിച്ചിട്ടേക്കാണ്, വിയും ഐ ഓപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്. സോ നമുക്ക് നേരെ തിരിക്കേണ്ടി വരും. ദാറ്റ് സ്ലോപ്പ് കൂടിയ ഗ്രാഫിന് റെസിസ്റ്റൻസ് കുറവ്, സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ക്ലിയർ കഴിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ റെസിസ്റ്റൻസ് ഓഫ് ദി T2 ഗ്രാഫ്, T2 ടെമ്പറേച്ചറുള്ള റെസിസ്റ്റൻസ് ആണ് ഗ്രേറ്റർ than resistance of the T1 temperature ഉള്ള റെസിസ്റ്റൻസ് ആണ് lesser. What does it say about the temperatures? നമുക്കറിയാം ഒരു മെറ്റലിന് അല്ലെങ്കിൽ കണ്ടക്ടറിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ശരിയല്ല? ഓക്കെ കാണിക്കൂ. മെറ്റൽസ് കണ്ടക്ടേഴ്സിന് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. സോ T2 must be greater than T1. Or T1 is less than T2. Option D. Okay, answer clear ആണെങ്കിൽ യെസ് സാർ ചോദിച്ചോളൂ. ഷെർലി, ഗുഡ് ഈവനിങ്. കണ്ടക്ടർ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയും കാണാമല്ലോ, ബി ഈസ് പ്രൊപ്പോർഷൻ ടു ഐ ആണല്ലോ ഈ രണ്ട് ഗ്രാഫിനും. സോ അത് കണ്ടക്ടേഴ്സിന് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടി ആണല്ലോ, ബി ഈസ് പ്രൊപ്പോർഷൻ ടു ഐ. അതെ, ഇങ്ങനെ എടുത്ത് ചെയ്യാലോ. ഇപ്പൊ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ സ്ലോപ്പ് വന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ കാണണം, റെസിപ്രോക്കൽ കാണേണ്ടി വരും. ഓക്കെ, യെസ് അറിയിച്ചോളൂ. നേഹ, മനസ്സിലായില്ലേ? വി ഐ ഗ്രാഫിന്റെ സ്ലോപ്പ് റെസിസ്റ്റൻസ് ആണ്, അത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? അതായത് അപ്പോൾ ഐ വി ഗ്രാഫ്, അതായത് വൈ ആക്സിസിൽ ഐയും എക്സ് ആക്സിസിൽ വിയും ആണെങ്കിൽ നേരെ തിരിച്ചല്ലേ ഗ്രാഫ്. അപ്പോൾ സ്ലോപ്പ് കൂടുമ്പോഴാണ് റെസിസ്റ്റൻസ് കുറയുക. അതായത് നമുക്ക് സ്ലോപ്പ് കൊണ്ടാ കിട്ടുന്നത് ഐ ബൈ വി ആണ്, റൈറ്റ്? ഇവിടെ ഐയും ഇവിടെ വിയും ആണ് ഗ്രാഫ് ഉണ്ട്. നമ്മളിവിടെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ക്വാണ്ടിറ്റി ഐ ആണ്, ഈ ക്വാണ്ടിറ്റി വി ആണ്. സോ സ്ലോപ്പ് കൊണ്ട് കിട്ടുന്നത് ഐ ബൈ വി ആണ്, റൈറ്റ്? വിച്ച് മീൻസ് ഇത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്, 1/r ആണ്. അപ്പോ ഇവിടെ സ്ലോപ്പ് കൂടിക്കഴിഞ്ഞാൽ 1/r കൂടുന്നത്. ഗ്രേറ്റർ സ്ലോപ്പ് മീൻസ് 1/r is greater, which means r is lesser. സ്ലോപ്പ് കൂടുന്ന r കുറയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ?
അപ്പോൾ ഇവിടെ രണ്ട് ഗ്രാഫിൽ സ്ലോപ്പ് കൂടിയ ഗ്രാഫാണ് ഈ ഗ്രാഫ്, സ്ലോപ്പ് കുറഞ്ഞ ഗ്രാഫാണ് ഇത്. സോ ഐ വേഴ്സസ് വി ഗ്രാഫ് ആയത് കാരണം ഈ സ്ലോപ്പ് കൂടിയ ഈ ഗ്രാഫാണ് റെസിസ്റ്റൻസ് കുറവ്, ഈ ഗ്രാഫിന് റെസിസ്റ്റൻസ് കൂടുതൽ. തിരിഞ്ഞു, ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ. സോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് കൂടുക. ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ് ഫോർ എ കണ്ടക്ടർ. ഓക്കെ, സോ temperature, I mean T2 resistance ആണ് higher, so T2 must be greater temperature than T1. Clear? Okay അല്ലേ? ശരി. Okay. Next question. Find the temperature at which the resistance of a conductor increases by 25% of its value at 27 degrees Celsius. 25% of its value at 27 degrees Celsius. The temperature coefficient of resistance of the conductor is 2 into 10 raised to minus 4 degrees Celsius raised to minus 1. So the variation of resistance or even resistivity with temperature. What is the equation that gives variation of resistance with temperature? Temperature increase ചെയ്യുമ്പോൾ resistance കൂടും എന്ന് നമ്മൾ പറഞ്ഞു. Temperature increases, resistance also increases. And what is that equation which gives the relation which connect the old resistance and the new resistance? So question ഇതാണ്. ഒരു കണ്ടക്ടർ ഉണ്ട്. It is at temperature T1 and the resistance at that temperature is R1. And now we are going to heat this conductor. Heat it. Temperature becomes T2. Resistance also increases, becomes R2. What is the equation which connect this R2 and R1? Yeah, R1 and R2 ne connect in the equation. Sir, you cholo. Hand raise ആണ് ചോദിക്കേണ്ടത്. ഹാൻഡ് റൈസ് ചെയ്തോളൂ നിങ്ങൾ, സോ ദാറ്റ് ഐ ക്യാൻ നോ. അല്ല, ഹാൻഡ് റൈസ് വേണ്ട. അറിയേണ്ട ഇക്വേഷൻ ആണ്. ഡിബോറ, വെറൈറ്റി വരാണല്ലോ. അതെ, ഡിബോറ. ഡിബോറ സംസാരിക്കൂ. ഇല്ല, നല്ലൊരു പേരുള്ള ആളെ കിട്ടിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. പോട്ടെ, അടുത്ത ആള് പെട്ടെന്ന് ചോദിച്ചോളൂ. റിച്ച. യെസ് റിച്ച, പറഞ്ഞോളൂ. ചോദ്യം കേട്ടില്ലേ? ആ, delta T or T2 minus T1. Okay, very good. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. തന്നിരിക്കുന്നത് ഫൈൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസ് ബൈ 25% എന്നാണ്. ഇവിടെ R1 ഉം R2 തന്നിട്ടില്ല, ബട്ട് നമുക്ക് R1 R ആക്കി എടുക്കാം. Then R2, the new temperature is 25% of its value at 27 degrees Celsius ആണ്. അതായത് the initial temperature, initial resistance R ആണെങ്കിൽ the new resistance is 25% greater than this resistance, which means അതിന്റെ വാല്യൂ അതിന്റെ എങ്ങനെയാണ് കാണാം, നമുക്ക് പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോൾ R into 125, 25% greater എന്ന് പറഞ്ഞാൽ the new value of resistance ആണെങ്കിൽ R into 125 divided by 100 ആണ്. ഇതെല്ലാവർക്കും അറിയൂലേ? ഓക്കെ, കാണിച്ച ക്ലിയർ ആണെങ്കിൽ ബേസിക് ആണല്ലോ, അറിയാലോ. R into 25/100 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വാല്യൂ ഇൻക്രീസ് ചെയ്തു അത് കിട്ടും. ആ ഡിഫറൻസ്, ഹൗ മച്ച് ദ റെസിസ്റ്റൻസ് ഇൻക്രീസ്. R into 125/100 ചെയ്ത് കഴിഞ്ഞാൽ ദ ന്യൂ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കിട്ടും. ശരി, അപ്പോൾ നമുക്ക് ഇതിനെ വെട്ടിക്കളഞ്ഞാൽ R into 5/4, 25 വെട്ടിക്കളയ 5/4. ഇതാണ് ന്യൂ റെസിസ്റ്റൻസ്, ഇതാണ് ഓൾഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore R2, which is 5/4 into R, R2
is equal to R into 1 plus ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ട്, തൽക്കാലം ആൽഫ തന്നെ ഇടാം, ആൽഫ ഇൻറ്റു T2 മൈനസ് T1. T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Find the temperature at which the resistance of the conductor increases by 25% ആണ്. സോ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ T2 മൈനസ് T1 is 27 degree Celsius. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കെൽവിനിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ആവശ്യമില്ല. വൈ? ബിക്കോസ് ടെമ്പറേച്ചർ ഡിഫറൻസ് കാണുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് കെൽവിനിലാണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഓക്കെയാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന സിറ്റുവേഷൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ് T2 മൈനസ് T1 ഓർ ഡെൽറ്റ ടി വരുന്ന എല്ലാ സിറ്റുവേഷനിലും നമുക്ക് കെൽവിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല. യു ക്യാൻ സ്റ്റിൽ പുട്ട് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ആൻസർ വിൽ ബി കറക്റ്റ്. അത് റീസണിലേക്ക് പോകുന്നില്ല, റീസൺ ഉണ്ട്, ബട്ട് ഇപ്പോൾ നമുക്കിത് അറിഞ്ഞാൽ മതി. ക്ലിയർ ആണ്? കൈ കാണിച്ച് ഓക്കെ ആണെങ്കിൽ സോ ആൽഫയുടെ വാല്യൂ ഗിവൺ ആണ്, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം അറിയാം, ആറും ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കണ്ടുപിടിക്കാം T2യുടെ വാല്യൂ. അതാ ഡൗട്ട് എടുക്കാം കേട്ടോ. സോ 1 പ്ലസ് ആൽഫ ഇൻറ്റു T2 മൈനസ് T1, ആൽഫ ഇൻറ്റു T2 മൈനസ് 27 into 5/4 minus 1, 1/4, and T2 minus 27 equal to 1/4 into alpha, and T2 equal to 1/4 into alpha value given on 2 into 10 raised to minus 4. Plus 27. Calculate here, നമുക്ക് കിട്ടുന്ന വാല്യൂ T2 equal to 1277 degree Celsius. കിട്ടും. ഓക്കെ ആൻസർ ക്ലിയർ ആണെങ്കിൽ യെസ്, ഡൗട്ട്സ് ഉള്ള ചോദിച്ചോളൂ. ശ്രേയ. ഗുഡ് ഈവനിങ്. യെസ്, ഇല്ല കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല. യെസ് അശ്വതി. എനിക്ക് 125 125 25 എത്ര പ്രാവശ്യം പോവും? 5 ടൈംസ്. ശരിയല്ലേ? അതെ, അത് ഇൻക്രീസ് ആണ്. ബട്ട് ആ ഇൻക്രീസ് ആയിട്ട് നമുക്ക് ന്യൂ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ R പ്ലസ് R ഇൻറ്റു 25/100 ചെയ്യണ്ടേ? അല്ലേ പുതിയ റെസിസ്റ്റൻസ് കിട്ടുള്ളൂ, ദ ന്യൂ റെസിസ്റ്റൻസ്. നമുക്കിപ്പോൾ ഡെൽറ്റ R ആണ് കാണണമെങ്കിൽ we can do R into 25/100, but we have to find the new resistance. ക്ലാസ്സിന് അവസാനം നിൽക്കട്ടോ, നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, എക്സ് എക്സ് വൈ എക്സ് നോക്കുക. അതിപ്പോ I വേഴ്സസ് V രണ്ടും പറയാം, നെയിം നോക്കണ്ട. പക്ഷെ അതിന്റെ സ്ലോപ്പ് കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ മതി. സ്ലോപ്പ് കാണുമ്പോൾ നമുക്കറിയാം, സ്ലോപ്പ് എന്ന് പറഞ്ഞാല് അങ്ങനെ നോക്കിയാ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതായത് എക്സ് ആക്സിസ് കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഫസ്റ്റ് എഴുതണം, സെക്കൻഡ് എഴുതണം, അങ്ങനെ നിർബന്ധം ഉണ്ടോ എന്ന് എനിക്ക് അത് നോക്കേണ്ടി വരും. അതായത് എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഫസ്റ്റ്
എക്സ് ആക്സിലെ ക്വാണ്ടിറ്റി ഫസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വൈ ആക്സിലെ ക്വാണ്ടിറ്റി ഫസ്റ്റ് ചെയ്യണം അങ്ങനെ നിർബന്ധമുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നോക്കേണ്ടി വരും. ബട്ട് അവിടെ അങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല, ബിക്കോസ് ഗ്രാഫ് ഉണ്ടാകും അവിടെ. ഈ ഒരു പോയിന്റ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ബട്ട് അത് ഞാൻ ഒന്ന് അന്വേഷിച്ച് പറയാം, വെദർ ഈ നെയിമിങ്ങിൽ വി വേഴ്സ് ഐ എന്ന് പറയുമോ ഐ വേഴ്സ് വി എന്ന് പറയാമോ എന്നുള്ളത് ഞാൻ പറയാം. ദ പോയിന്റ് ഈസ് വൈ ആക്സിലെ ക്വാണ്ടിറ്റി നോക്കുക, എക്സ് ആക്സിലെ ക്വാണ്ടിറ്റി നോക്കുക. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ പോകാലോ. ഓക്കെ, കാണിച്ച് ക്ലിയർ ആണെങ്കിൽ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇ എം എഫ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, വോൾട്ടേജ്, ഇതിൽ വരുന്ന ഐഡിയ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. A cell is connected across an external resistance of 12 ohm and supplies 0.25 ampere current. When the external resistance is increased by 4 ohm, the current reduces to 0.2 ampere. Calculate the EMF and the internal resistance of the cell. E യും small r. So, നമുക്കറിയാം the relation connecting EMF, voltage, current, internal resistance, external resistance നെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് E is equal to V plus IR. അല്ലെങ്കിൽ നമുക്ക് E is equal to V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, which is I into R plus IR ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ I into R plus R അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ I is equal to, from that I is equal to E by R plus R എന്ന് എഴുതാം. ഇതെല്ലാം വരുന്നത് ഈ ഒരൊറ്റ ഇക്വേഷൻ ആണ്. സോ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ള എല്ലാം ഇതിൻ്റെ അതർ ഫോംസ് ആണ്. Small r is the internal resistance. Capital R is external resistance. EMF, V ആണ് വോൾട്ടേജ്, സർക്യൂട്ടിലെ വോൾട്ടേജ്, പുറത്ത് കിട്ടുന്ന വോൾട്ടേജ്. I കറണ്ട്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ സോ രണ്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷനിൽ a cell is connected across an external resistance of 12 ohm and supplies 0.2 ampere current. First situation le current I 0.25 ആണ്. Then external resistance R 12 ohm ആണ്. Internal resistance അറിയില്ല, EMF അറിയില്ല. രണ്ട് unknown quantities ഉണ്ട്. So, രണ്ട് unknown quantities. If there are two unknown quantities, single substitution won't do. ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനിൽ ആൻസർ എത്താൻ പറ്റില്ല. Then first situation. Now, situation number 2. When the external resistance is increased by 4 ohm. ഇപ്പോൾ external resistance increased by 4 ohm ആണ്. അതായത് ന്യൂ റെസിസ്റ്റൻസ്, പുതിയ റെസിസ്റ്റൻസ് R dash എന്ന് വിളിക്കാം. is increased by 4, which means 12 plus 4. That is 16 ohm ആണ് ഇപ്പോഴത്തെ പുതിയ external resistance. The current reduces to 0.2 ampere. The new current, say I dash, 0.2 ampere ആണ്. The new current, when the external resistance is increased by 4 ohm or 16 ohm ആക്കിയപ്പോൾ the current reduces to 0.2 ampere. Calculate the EMF and internal resistance of the cell. EMF കണ്ടുപിടിക്കണം, internal resistance കണ്ടുപിടിക്കണം. So first of all, we need to understand current increase ചെയ്തു അല്ലെങ്കിൽ internal resistance increase അല്ലെങ്കിൽ current decrease ആയി അല്ലെങ്കിൽ change ചെയ്തു, external resistance change ചെയ്തു. Does it affect EMF or internal resistance? Does it affect or it does not affect?
ഇറ്റ് ഡസ് നോട്ട് അഫക്ട് EMF or the internal resistance of cell. സോ ഇവിടുത്തെയും സെക്കൻഡ് സിറ്റുവേഷനിലെയും EMF ഇത് തന്നെയാണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് അത് തന്നെയാണ്. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാം. രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇയും ആറും കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതാണ് ഏറ്റവും പ്രിഫർ, അല്ല ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി, എല്ലാം സെയിം തന്നെയാണ്. ഏതാണ് കുറച്ചുകൂടി പ്രിഫറബിൾ? നമുക്ക് E ഈക്വൽ ടു IR പ്ലസ് IR അല്ലെങ്കിൽ I ഇൻറ്റു R പ്ലസ് R യൂസ് ചെയ്യാം. ഓക്കെ, കാണിച്ച് ക്ലിയർ ആണെങ്കിൽ സോ E is equal to I into R plus small r. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? E is equal to I which is 0.25 into R plus R 12 plus നമ്മുടെ അറിയാത്ത റെസിസ്റ്റൻസ് ഇന്റേണൽ റെസിസ്റ്റൻസ്, ഓർ നമുക്ക് E is equal to 0.25 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ശ്രദ്ധിക്കുക, 0.25 എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആക്കി 1/4 ആണ്. 1/4 into 12 plus 1/4 into R, or E is equal to 3 plus R/4. Equation number 1. ക്ലിയർ ആണ്? കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ ശരി. സെയിം നമുക്ക് സെക്കൻഡ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാം. അവിടെയും EMF E തന്നെയാണ്. There is no change. Current has changed. It is now 0.2 ampere. 0.2 into R plus R. R is 12 ohm. അല്ലേ? മാറ്റില്ല. No, R is 16 ohm plus internal resistance. That is E is equal to 3.2. 0.2 into 16 is 3.2 plus 0.2 into R. 0.2 is 1/5. So R/5. 0.2 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 0.2 1/5 ആണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ക്ലിയർ ആണ്? കഴിയാൻ ചോദിക്കുകയാണെങ്കിൽ രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് EMF ആണ്, രണ്ട് EMF സെയിം ആണ്. സോ ഫ്രം ഇക്വേഷൻ 1 and 2 റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3 plus R/4 is equal to 3.2 plus R/5. സോൾവ് ചെയ്യുക, R കണ്ടുപിടിക്കുക. R/4 minus R/5 equal to R/5 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 3 അങ്ങോട്ട് കൊണ്ടുപോയി. 3.2 minus 3, that is 0.2. പെട്ടെന്ന് സമയം പോണ്. യെസ്, സോ R into 1/4 minus 1/5 equal to 0.2, or R is equal to 0.2 by 1/4 minus 1/5. That is 0.2 divided by 5 minus 4 by 20. 1/20. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ പാടില്ല. 4 ohm ആണ് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ്. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് കിട്ടി, 4 ohm ആണ്. ദെൻ നമുക്ക് EMF ആണ്. ഏത് ഇക്വേഷൻ കൊടുക്കാം? E is equal to നമ്മുടെ ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ മതി. ഫസ്റ്റ് ഇക്വേഷന് കൊടുത്തു നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? 3 plus
R/4 ആയിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ. സോ 3 + 4/4 that is 3 + 1 that is 4 volt. ക്ലിയർ ആണെങ്കിൽ കൈ കാണിച്ച് നോക്കുകയാണെങ്കിൽ ഡൗട്ട്സിന് ചോദിച്ചോളൂ. അസിൻ, ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഫ്രാക്ഷൻ ഫോമിൽ വന്നിരിക്കുന്നത് മനസ്സിലായില്ല. ആ 0.25 1/4 ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷെ അതെ, ഞാൻ ഒരു സ്റ്റെപ്പ് ഒന്ന് പയ്യെ സ്കിപ്പ് ചെയ്തു. ഞാൻ ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. 0.2 1/5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ 0.2 16 മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് അതാ ബെറ്റർ. 0.2 തന്നെ ഇടാം. 16 32 3.2. ഓക്കെ, അതായത് 0.2 × 16 0.2 × 16 തന്നെ ഇടാം. സോ 32 കിട്ടും. 3.2 ഫൈൻ. ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/5 കൊണ്ട് ആക്കി മൾട്ടിപ്ലൈ ചെയ്യാം ഫോർ സിംപ്ലിസിറ്റി. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. നാബിദ് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഇന്റർണൽ റെസിസ്റ്റൻസ് മാറില്ല. അതായത് ഒരു സെല്ലിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ എക്സ്റ്റേണലി റെസിസ്റ്റൻസ് കൂടെ റെസിസ്റ്റൻസ് കുറയേ കറണ്ട് കൂടെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, ഒരു സെല്ല് ഓഫർ ചെയ്യുന്ന ഇന്റർണൽ റെസിസ്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിത്തിങ്. അത് ആ സെല്ലിന്റെ മെറ്റീരിയൽ അതിന്റെ കാര്യങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു സർക്യൂട്ടിൽ വേറെ ഒരു ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ലാബിത്ത്. ഓക്കെ, അത് വേണ്ട, അതിന്റെ അടുത്ത ദിവസം വേണമെങ്കിൽ കൊടുക്കാം. എയ്ത്ത് ദിവസം കൊടുത്തു. ഇതല്ല കളഞ്ഞു. ഞാൻ പുതിയ ദിവസം ആഡ് ചെയ്തിരുന്നില്ലേ? 7th ആയിരുന്നു. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയേണ്ടതാണ്. സോ R is the resistance of this copper wire having a length L, area of cross section A, thickness or diameter D. പറഞ്ഞിരിക്കുന്നത് this wire is stretched ചെയ്യണം so that its thickness is reduced to half.
ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആയി, ദാറ്റ് ഈസ് d/2 ആണ് തിക്നെസ്. സോ ഏരിയ മാറും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറും a ഡാഷ്, റെസിസ്റ്റൻസും മാറും r ഡാഷ്, ലെങ്ത്തും മാറും l ഡാഷ്. സോ റെസിസ്റ്റിവിറ്റി മാറത്തില്ല. റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ ലെങ്ത് ഓഫ് ദ വയർ. ഇതാണ് സിറ്റുവേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എ ന്യൂ റെസിസ്റ്റൻസ്. സോ when we say new resistance, it must be in terms of the old resistance, which is the only given quantity here. So ഈ ആറിന്റെ ടേംസിൽ നമുക്ക് എഴുതണം. 3 times ആണോ, 4 times ആണോ, ഹാഫ് ആണോ, twice ആണോ, ഇത് എഴുതണം. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് when we stretch a wire, ലെങ്ത് മാറി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറി, the quantity which remains constant is volume. ഇതിന്റെ വോളിയം സെയിം ആയിരിക്കും. ഡെൻസിറ്റി സെയിം ആണെങ്കിൽ വോളിയം സെയിം ആയിരിക്കും. മനസ്സിലായി? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ അതാണ് കോർ പോയിന്റ് കേട്ടോ. ഓക്കെ, സോ അത് ആദ്യം കൊണ്ട് എഴുതുക. ഇനീഷ്യൽ വോളിയം ഈക്വൽ ടു ഫൈനൽ വോളിയം ആണ്. അതാണ് മെയിൻ പോയിന്റ്. സോ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഡയാമീറ്റർ ആണ് തിക്നെസ്. ഈ ഡയാമീറ്റർ ആണ് ഹാഫ് ആയിരിക്കുന്നത്. ഡയമീറ്റർ ഹാഫ് ആണെങ്കിൽ റേഡിയസ് എന്താകും? റേഡിയസും ഹാഫ് ആകും. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ? ഒരു സിലിണ്ടർ വോളിയം കാണുന്ന ഇക്വേഷൻ ആണ്. നമുക്കറിയാം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. ഇതാണ് നമ്മുടെ വോളിയം. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ലെങ്ത് ആണ് സിലിണ്ടറിന്റെ വോളിയം. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ. അത് തന്നെയാണ് ഇവിടുത്തെ പൈ, പുതിയ റേഡിയസ് വിച്ച് ഇസ് ആർ ഡാഷ് സ്ക്വയർ ഇൻറ്റു പുതിയ ലെങ്ത് എൽ ഡാഷ്. That is pi r square into L is equal to pi into പുതിയ radius is r/2. So r/2 whole square, that is r square by 4 into L dash. Pi r square cancel ആയി. L pi r square cancel ആയി. So L dash പുതിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 into L ആണ്. 4 times the old length ആണ്. അതാണ് ഫസ്റ്റ് ഐഡിയ. That when thickness is reduced to half, the length will increase 4 times. The new length is 4 times the old length. Clear ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ then what happens to area? Area എന്ത് സംഭവിക്കും? The new area A dash is equal to pi into r dash square, that is pi into r/2 whole square, that is pi r square by 2 അല്ല pi r square by 4. pi r square ആണ് ഓൾഡ് ഏരിയ. ഓക്കെ, ഓൾഡ് ഏരിയ എന്ന് പറഞ്ഞാൽ pi r square ആണ്. സോ ഇപ്പൊ എന്തായി? pi r square by 4 ആയി, which means the area is reduced by 4 times. I mean 1/4 time ആയി. 1/4 times ആയി, that is a by 4. New area is 1/4 of the old area. So a dash is a by 4. സോ തിക്നെസ് ഹാഫ് ആയി കഴിഞ്ഞാൽ, സ്ട്രെച്ച് ചെയ്തിട്ട് ഹാഫ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ലെങ്ത് 4 times ആകും, ഏരിയ 1/4 ആകും. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഇനി നമുക്കറിയാലോ വാട്ട് ഏരിയ 1/4 ആയി, ലെങ്ത് 4 times ആയി, റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമൊന്നുമില്ല. സോ നമുക്ക് പുതിയ റെസിസ്റ്റൻസ് കാണാം. ദ ന്യൂ റെസിസ്റ്റൻസ് ആർ ഡാഷ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റിക്ക് മാറ്റമില്ല, പുതിയ ലെങ്ത് ഡിവൈഡഡ് ബൈ പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ദാറ്റ് ഈസ് റോ ഇൻറ്റു പുതിയ ലെങ്ത് എൽ ഡാഷ് ഈസ് 4 times the old length. So 4L divided by A by 4. ഫോർമുലയ്ക്ക് വരുന്നു 16 times rho L by A. And what is rho L by A? Rho L by A is the old resistance. ശരിടാ, ഓക്കെ കാണിക്കൂ. Rho L by A is the old resistance. So 16 times R ആകും old resistance. So when thickness is reduced to half by stretching a wire, length becomes 4 times, area becomes 1/4, then new resistance becomes 16 times. അല്ല ഇതാണ് കോർ, ഐ മീൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഐഡിയ. ക്ലിയർ ആണ്? കൈയാണ് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ.
ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റുകളല്ല ഇക്വേഷൻസും ഇക്വേഷൻ ടേംസുകളും അതോട് റിലേറ്റ് ചെയ്യുന്ന കൺസെപ്റ്റുകളും പഠിക്കുക. ക്വസ്റ്റ്യൻ ടൈം ആണ് കേട്ടോ.